ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിന്ന് ചായക്ക് വേണ്ടിയിട്ട് പാവ് ഭാജി മസാല ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഓർത്തത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന്. വേറെ ഒന്നുമില്ല, പാവ് ഭാജിയുടെ മസാല പൗഡർ കിട്ടും. ഞങ്ങൾ MTR ആണ് യൂസ് ചെയ്യണത്. നല്ല അടിപൊളി മസാലപ്പൊടിയാണ്. അപ്പോൾ കുറേ പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ പാവിൻ്റെ ആ ബണ്ണുണ്ടല്ലോ, പാവ് ബൺ, അത് നമ്മുടെ കയ്യിലില്ല. നോർമൽ ബണ്ണേ ഉള്ളൂ. അത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ മസാല ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. കുറച്ച് പൊട്ടറ്റോ ബോയിൽ ചെയ്തെടുത്തിട്ട് ക്യാപ്സിക്കം, പിന്നെ ഗ്രീൻ പീസ്, അത് പച്ച ഗ്രീൻ പീസ് ഇല്ലേ, അതാണ് ഇതിന് ഏറ്റവും യോജിച്ചത്. അപ്പോൾ അതൊക്കെ ഇട്ട് വഴറ്റി മസാലപ്പൊടി ഇട്ട് എടുത്താൽ മതി. വളരെ ഈസിയാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും. എൻ്റെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിപ്പോൾ അത് ഞങ്ങൾ ഡിന്നർ എന്നുള്ള രീതിയിൽ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഗ്യാസ് ഓണാക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് ബട്ടർ നമ്മൾ ചേർക്കണം കേട്ടോ. ഒരു ചെറിയ പീസ് ചേർത്താൽ മതി. ലാസ്റ്റ് ഗാർണിഷിങ് ടൈമിൽ ബട്ടർ ചേർക്കണം നമുക്ക്. അതിന് ശേഷം സൺഫ്ലവർ ഓയിലാട്ടോ ഇത് ഉണ്ടാക്കണേ. ചൂടായി വന്നപ്പോൾ ആദ്യം നമുക്ക് എന്താ വേണ്ട, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതധികം ചേർക്കണ്ട കേട്ടോ, ഭയങ്കര കുത്താവും. ആ ഗാർലിക്കിൻ്റെ കുറച്ച് ചേർത്താൽ മതി. അതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇവിടെ സവാള ഇടുക, ഒനിയൻ. ഇതിപ്പോൾ ഞാനൊരു 1.5 സവാളയാട്ടോ എടുത്തേക്കണേ, ഒരു മീഡിയം സൈസ്. കുറച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ചൊന്ന് വേഗം വഴന്ന് കിട്ടും. എന്നിട്ട് അത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് മൊരിഞ്ഞു വന്നത് കേട്ടോ. അത്യാവശ്യം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടാം. ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കമാണ് ഇത്. നമുക്ക് ഒന്നുകൂടി മൂടി വെക്കാം. നമുക്ക് തുറന്നു നോക്കാം. ക്യാപ്സിക്കം ഒരുവിധം ഇതായിട്ടുണ്ട്, എന്തെന്നാ പറയുക, വെന്തു. അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് ഗ്രീൻ പീസ്, പച്ചപ്പട്ടാണിയാണ്. ഇതിവിടെയൊക്കെ കടകളിലൊക്കെ കിട്ടും. വെറുതെ ഇങ്ങനെ പൊളിച്ചെടുത്താൽ മതി. ഇതൊന്ന് വാടിയതിന് ശേഷം വീണ്ടും ഒന്ന് കുറച്ച് നേരം മൂടി വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ പട്ടാണി മസാല ഇട്ട് കഴിഞ്ഞാൽ ഇട്ടാലും മതി കേട്ടോ. ഞാൻ ഇത്തിരി കൂടി വേവാനുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇത് സവാളയുടെ ഒപ്പം ഇട്ടത്. ഇപ്പോൾ ഒരു ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കണേ. കുറച്ച് മതി. അതായത് എരിവധികം വേണ്ടല്ലോ, കുട്ടികളൊക്കെ കഴിക്കേണ്ടതല്ലേ. അത് ഒന്ന് മുത്തതിന് ശേഷം നമ്മുടെ MTRൻ്റെ പൊടി ഇടണം കേട്ടോ. MTR പാവ് ഭാജി മസാല. ഇത് നാട്ടിലൊക്കെ കിട്ടും, ലുലു മാളിലൊക്കെ കിട്ടും MTRൻ്റെ, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡായാലും മതി. ഞാനൊരളവ് വെച്ച് ഇങ്ങനെ ഇടുക കേട്ടോ. ഇതൊന്ന് മൂക്കണം കേട്ടോ, അതിൻ്റെ സ്മെല്ല്. ഇനി ഇത് ഒരുവിധം മൂത്തിട്ടുണ്ട് മസാല. അപ്പോൾ നമുക്ക് സ്മാഷ് ചെയ്ത പൊട്ടറ്റോ ഇടാം. പൊട്ടറ്റോ നല്ലോണം വേവണം കേട്ടോ. അത് പീല് ചെയ്യണ കഷ്ണമാക്കണേക്ക് മുന്നേ സ്കിന്നോട് കൂടി
വേവിക്കണം. എന്നിട്ടാണ് സ്മാഷ് ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ മുറിച്ച് നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ അതിൽ വാട്ടറി കണ്ടൻറ്റ് കൂടും. അപ്പോൾ അത് വേണ്ട, ഇതിങ്ങനെ സ്മാഷ് ചെയ്തിട്ടാൽ മതി. കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യാം. അത് സവാളയ്ക്കല്ലേ ഉപ്പ് ഇട്ടത്, ഇനിയിപ്പോൾ പൊട്ടറ്റോക്കുള്ള ഉപ്പും കൂടി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണം. ഇതൊരു തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കണം കേട്ടോ, അധികം ലൂസാക്കരുത്. ഈ ഉടയാത്തൊക്കെ നമുക്ക് ഈ സ്മാഷർ വെച്ച് തന്നെ ഉടച്ചെടുക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പാവ് ഭാജി കടയിലൊക്കെ ചെല്ലുമ്പോൾ അവരിങ്ങനെ സ്മാഷ് ചെയ്യണതൊക്കെ. സ്മാഷ് ചെയ്ത് നല്ലോണം സ്മാഷാണ്. പീസൊന്നും ഇങ്ങനെ കിട്ടരുത്. ബണ്ണിൽ നമ്മൾ സ്റ്റഫ് ചെയ്ത് വെക്കണമല്ലേ. അങ്ങനെ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. ഇതിന് തണുക്കുമ്പോൾ ഒന്നുകൂടി കുറുകും. അപ്പം അതനുസരിച്ച് വെള്ളാടി ഈ പയ്യെ ഒന്ന് തിള വരും, അതിൻ്റെ ഒരു ബബിള് പോലെ വരുവേ. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഉണ്ടാ ശ്രദ്ധിക്കണം, ഇങ്ങനെ ബബിള് വരുമ്പോൾ ചിലപ്പോൾ തെറിക്കാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇതുപോലെ ലാസ്റ്റല്ല, അത് കഴിഞ്ഞിട്ട് ബട്ടർ ചേർക്കണം കേട്ടോ. മല്ലിയിലയാണ് എല്ലാ നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമുക്ക് ബട്ടർ ചേർക്കാം. ബട്ടർ കുറച്ച് അധികം ചേർത്തോ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, നമ്മുടെ പാവ് ഭാജി റെഡി. പാവ് ഭാജി മസാല റെഡി. ഇനി നമുക്ക് ബണ്ണ് നെയ്യൊക്കെ തേച്ച് അല്ലെങ്കിൽ ബട്ടർ തേച്ചിട്ട് ഒന്ന് മുരിച്ചെടുത്തിട്ട് വേണം ഇത് കൂട്ടി കഴിക്കാനായിട്ട്. ഇവിടെ ബണ്ണിങ്ങനെ പകുതി മുറിക്കുക. ഓക്കെ, എന്നിട്ട് ബട്ടർ എടുത്ത് പാനിൽ തേക്കണം. ഇങ്ങനെ ബണ്ണ് തേക്കുക, അല്ല ബട്ടർ തേക്കുക. വെള്ളം തേക്കാൻ കുറച്ച്. അതിങ്ങനെ മുരിഞ്ഞ് വരണം കേട്ടോ. പിന്നെ പാവ് ബണ്ണാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ടേസ്റ്റ് കൂടുതൽ അതിനാണ്. നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ
ബണ്ണിങ്ങനെ വെക്കുക. ഓ ചൂട് ചൂട് ചൂട്. ഓക്കെ, എന്നിട്ട് നമ്മുടെ പാവ് ഭാജി മസാല അതിങ്ങനെ വെച്ചാൽ മതിയായിരിക്കും കേട്ടോ. ഇത് നമ്മുടെ സവാള കുനുകുനാന്ന് അരിഞ്ഞത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കണം. കുറച്ചും കൂടി ചെറുതാക്കി അരിയാം കേട്ടോ. ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് ഇത്തിരി ഉണങ്ങിപ്പോയി ലെമൺ ഫ്രിഡ്ജിലിരുന്നു. എനിക്ക് പക്ഷേ ലെമൺ ഇഷ്ടമല്ല കേട്ടോ, ഞാൻ ലെമൺ ചേർക്കില്ല. എന്നിട്ട് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് കഴിക്കുക. കഴിച്ചു നോക്കണോ? വേണോ? എനിക്ക് ലെമൺ ഇട്ടുള്ളത് ഇഷ്ടമല്ല. ഞാൻ കഴിച്ചു നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. MTRൻ്റെ മസാലയും കൂടി ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. ഞാൻ പരസ്യം പറയല്ല കേട്ടോ, ഞങ്ങൾ യൂസ് ചെയ്യണത് ഇതാണ്. എന്താ നല്ല അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഈ മസാല എല്ലായിടത്തും കിട്ടും എന്ന് എനിക്ക് തോന്നണേ. നമ്മുടെ ലുലു മാളിലൊക്കെ കിട്ടും നാട്ടിലൊക്കെ. ഇതെല്ലാവരും ട്രൈ ചെയ്യുക, കുട്ടികൾക്കൊക്കെ കൊടുക്കുക. ഭയങ്കര ഇഷ്ടമാവും. വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലോണം കഴിച്ചോളും.